ലാസ്റ്റ് വീക്കിൽ അവൾക്ക് നേരെ വന്നിട്ടുള്ള ആക്രമണങ്ങളെ അവർ നേരിട്ട ഒരു രീതിയും അതുവരെ 1 മുതൽ 100 വരെയുള്ള എപ്പിസോഡുകൾ നോക്കിയാൽ ഇത്രയധികം ആക്രമണങ്ങൾ ഉള്ളതിനും ഇല്ലാത്തതിനും അതായത് അവരായിട്ടുണ്ടാക്കിയ പ്രശ്നങ്ങളാകട്ടെ അല്ലാതെ അവരിലേക്ക് വന്ന പ്രശ്നങ്ങളിലായിട്ട് ഇത്രയും പ്രശ്നങ്ങൾ നേരിട്ട മറ്റൊരു മത്സരാർത്ഥി വേറെ ഉണ്ടോ എന്ന് ചിന്തിച്ചാൽ മതി. ഈ കണ്ണുനീര് കാണുമ്പോൾ ഇത് ഉള്ളിൽ നിന്ന് വരുന്ന കണ്ണീരാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് വേറെ വലിയ ശാസ്ത്രജ്ഞനാകുമൊന്നും വേണ്ട. കുറേ നേരം ഇരുന്ന് കരയുമ്പോൾ അതിനകത്തൊരു സത്യസന്ധത. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഈ അക്ബറിൻ്റെ അതിനെ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് അനുമോൾ അത് കൊടുക്കണമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അക്ബർ അനുമോളിൻ്റെ ഒരു എതിരാളിയല്ല. ഈ ശൈത്യ ആയാലും ബിൻസി ആയാലും ഈ മറ്റു പലരും ഇത് ഒരു ഷോ ആണെന്നും ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് സംസാരിക്കേണ്ടതെന്നൊരു ധാരണ വെച്ച് പുലർത്താതെ പെരുമാറിയതിൻ്റെ ചെറിയ കുഴപ്പമുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. ഒരു പക്വതക്കുറവ് ഇവിടെ കാണിച്ചിട്ടുണ്ടോ. അനുമോളുടെ പിആറിനെ പേടിച്ചിട്ട് അനുമോളെ സപ്പോർട്ട് ചെയ്തൊന്നുമല്ല. അവിടെ നിൽക്കുന്ന അത് കാണുന്ന ഏത് മനുഷ്യനും അവർ സപ്പോർട്ട് ചെയ്തു പോകും. പ്രത്യേകിച്ച് ഒരു മനുഷ്യത്വ ഉള്ളിലുള്ള ആരും. അനീഷ് വന്ന ദിവസം മുതൽ തന്നെ പല കള്ളത്തരങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതായത് കള്ളത്തരം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ദ്രോഹിക്കുന്ന കള്ളത്തരങ്ങളല്ല, അനുമോൾക്കെതിരെ വന്ന ഒരാ കാര്യത്തിലും. പക്ഷേ ഈ ഏറ്റവും അവസാനമെങ്കിലും പുള്ളിക്ക് അത് ഇടപെടേണ്ടതായിരുന്നു. അത് ചെയ്യാത്തപ്പോൾ നമുക്കിപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. പുള്ളി അത് ചുമ്മാ ഒന്ന് നമ്പറിട്ട് നോക്കിയതാ, ഏക്കാത്തപ്പോൾ തുടച്ച് കളഞ്ഞ് മാറി എന്ന് വിചാരിക്കണം. അത് അറിയില്ല. എങ്കിലും അയാളൊരു മോശം പ്ലെയർ അല്ല. അയാൾ ഒരു ബിഗ് ബോസിന് വേണ്ടി തയ്യാറായി വന്ന ഒരാൾ തന്നെയാണ്. അയാൾക്ക് അതിൻ്റെ എല്ലാ അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും PR ടീംസിനെ ബന്ധപ്പെട്ടിട്ട് തന്നെ ആയിരിക്കും ഇവിടെ ഓഡീഷന് പോലും ആളുകൾ പോകുന്നു. ആ അവസ്ഥ വരും. അത് കഴിഞ്ഞിട്ട് PR ടീംസ് ഇല്ലെങ്കിൽ അത് പോയിട്ട് കാര്യമില്ല എന്നുള്ളൊരു സാധാരണ ഒരു ചിത്രം ആളുടെ മനസ്സിൽ വരും. PR ഇല്ലാത്തൊരു ചായ എന്ന് പറഞ്ഞിട്ട് തുടങ്ങി. PRനെ ഞാൻ കുറേ പ്രാവശ്യം അവിടെ ഇട്ട് PR എന്നുള്ള വാക്ക് വെച്ചിട്ട് അതിന് മുകളിൽ കുറേ പ്രാവശ്യം കളിയാക്കി. അക്ബറിൻ്റെ അടുത്ത് പറഞ്ഞു, ആദില നൂറെ അടുത്ത് പറഞ്ഞു, അതിലും നല്ലതുണ്ട്. എല്ലായിടത്തും പോയി ബ്ലെൻഡ് ആവുന്നതിനേക്കാളും നല്ലത് ഞാനായിട്ട് തന്നെ നിൽക്കുന്നതാണ്. എല്ലായിടത്തും പോയി ബ്ലെൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു വ്യക്തിത്വം ഇല്ലാതെ ആളായിപ്പോവും. ആദ്യം പറഞ്ഞവർ തന്നെ മാറ്റിയിട്ടുണ്ടാവും. കാരണം ഇപ്പോൾ എനിക്ക് വരുന്ന മെസ്സേജുകളെല്ലാം എൻ്റെ നഷ്ടപ്പെട്ടു പോയ ഹൃദയവിശാലത തിരിച്ചു കിട്ടിയെന്നുള്ള രീതിയിലാണ്. ഇത്രയും നല്ല മനുഷ്യനില്ലെന്നാണ് പറയുന്നത്. സൗഹാർദ്ദപരമായി മുന്നോട്ട് പോകുന്ന ഒരു ബന്ധമായിരുന്നു ഞാനും മകനും തമ്മിൽ ഒരു പരിധിവരെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് എപ്പോഴോ അത് ചരിത്രം ആവർത്തിക്കുന്ന പോലെ ആയിട്ടുണ്ട്. ഞാനും എന്തൊക്കെയോ കുഴപ്പക്കാരനായിട്ട് എൻ്റെ മകനും തോന്നുന്നുണ്ടോ. ഇപ്പോ ബിഗ് ബോസ് ഫിനാലൊക്കെ കഴിഞ്ഞു, കപ്പും കൊണ്ട് അനുമോള് പോയി. പക്ഷെ എന്നിട്ടും ചർച്ചകൾക്കൊട്ടും വിരാമമില്ല. ഇപ്പോഴും PR തന്നെയാണ് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അനുമോള കപ്പിനെ അതൊരു PR കപ്പ് എന്നുള്ള രീതിയിലാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അങ്ങനെ ഒരു PR കപ്പ് എന്നുള്ള രീതിയിൽ അതിനെ ലേബൽ ചെയ്ത് കൊടുക്കേണ്ട കാര്യമുണ്ടോ? അതിനെക്കുറിച്ച് പറയുന്നതിന് ഇപ്പോഴും ചർച്ചകൾ തീരുന്നില്ല എന്നുള്ളതിന് എനിക്ക് കമൻറ്റ് പറയാനുണ്ട്. കാരണം ഞാൻ ഹൗസിനകത്ത് വെച്ചിട്ട് തന്നെ ഈ നടക്കുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുള്ള ശ്രദ്ധിച്ചാണ്, ഏതെങ്കിലും ഒരു കൂട്ടത്തിൽ പോയിരുന്നിട്ട് ചെറിയ കുശുകുശുപ്പുകളിൽ എന്നെ പെടാറില്ല. ഞാനിങ്ങനെ നടക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരുന്ന് വീക്ഷിക്കുകയോ ഉള്ളൂ. അപ്പോൾ ചിലയിടത്തൂടെ നടക്കുമ്പോഴെല്ലാം ഭയങ്കര തർക്കങ്ങൾ, ഭയങ്കര പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ട്, സംഘർഷങ്ങളാണ് ചില ഏരിയയിലൊക്കെ. അപ്പോൾ ഞാൻ ഇങ്ങനെ വന്ന് എവിടെ ഒരു സംഘർഷം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത നാളിൽ ഇതുവരെ തീർന്നില്ല, ഇത് മിക്കവാറും 100 ദിവസം കഴിഞ്ഞാലും നാട്ടിൽ ഇതിൻ്റെ വേറൊരു 7B എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു സെക്കൻഡ് സാധനം ചെയ്യേണ്ടി വരുമല്ലോ. അതാണ് അവസ്ഥ. കാരണം തീരുന്നില്ല പ്രശ്നങ്ങൾ. 100 ദിവസത്തിനകത്ത് 100 ദിവസമൊക്കെ ആയപ്പോഴത്തെ പ്രശ്നങ്ങൾ കൂടുകയാണ്. ഇവരൊരു 150 ദിവസത്തേക്ക് കൂടെ നീട്ടിയാലും അവിടെ കണ്ടൻറ്റുകൾ കൊടുക്കാൻ മാത്രം ആളുകൾ റെഡിയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പിന്നെ PR കപ്പ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞിരുന്നു, ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ മലയാളികൾക്ക് സംഭാവന ചെയ്ത പുതിയ വാക്കാണ് PR കൊണ്ട് മാത്രം PR ചെയ്യാത്ത ആരുണ്ട് എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. എല്ലാ കാര്യങ്ങളിലും എല്ലായിടത്തും PR ചെയ്യാറുണ്ട്. ഇലക്ഷൻ വരുമ്പോൾ സ്ഥാനാർത്ഥികൾ PR ചെയ്യാറുണ്ട്. പിന്നെ ഏതൊക്കെ മേഖലയിലൊക്കെയാണോ എല്ലാ മേഖലയിലും. ഇപ്പോൾ നമ്മൾ മറ്റേ സീരിയലിലൊക്കെ അഭിനയിക്കുമ്പോൾ ആ പ്രോജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് PR വർക്ക് ചെയ്യാറുണ്ട്. സർക്കാരിന് തന്നെ ഒരു PR ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ട്. അപ്പോൾ PR വർക്കുകൾ എപ്പോഴും എല്ലായിടത്തും ഉണ്ട്. അതിനെ എത്തിക്സോടുകൂടി കൈകാര്യം ചെയ്യുക, അതിന് ഇമ്പോർട്ടൻസ് ഒരു പരിധിവരെ പാടുള്ളൂ എന്നുള്ളതൊക്കെയാണ് പ്രശ്നം. ഈ PRന് ഇമ്പോർട്ടൻസ് കൂടുതൽ, PRൻ്റെ കൈകടത്തൽ, അതിൻ്റെ ഇൻഫ്ലുവൻസ് കൂടുമ്പോൾ, PR ടീംസിൻ്റെ ഇമ്പോർട്ടൻസ് കൂടുമ്പോൾ ഈ ഷോയ്ക്ക് വേറെ തരത്തിലേക്ക് സഞ്ചരിക്കേണ്ടി വരും. അത് നാളെ ഒരു കാലത്ത് ഈ ഷോയെ തിരിഞ്ഞു കൊത്തുന്ന ഒരവസ്ഥ വരും. കാരണം ഈ PR ടീമിനെയൊക്കെ വളർത്തിക്കൊണ്ട് വരുന്നതും ഷോയുമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളൊക്കെ തന്നെയാണ്. അത് നാളെ ആദ്യത്തെ വർഷം അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും PR ടീംസിനെ ബന്ധപ്പെട്ടിട്ട് തന്നെ ആയിരിക്കും ഇവിടെ ഓഡീഷന് പോലും ആളുകൾ പോകുന്നു. ആ അവസ്ഥ വരും. അത് കഴിഞ്ഞിട്ട് PR ടീംസ് ഇല്ലെങ്കിൽ അത് പോയിട്ട് കാര്യമില്ല എന്നുള്ളൊരു സാധാരണ ഒരു ചിത്രം ആളുടെ മനസ്സിൽ വരും.
ഇതൊക്കെ അതിനെ ബാധിക്കും. കുറച്ചുകൂടെ കഴിയുമ്പോൾ PR ടീംസിൽ പറയുന്നത് പോലെ ഇവർക്ക് ഷോ കൊണ്ടുപോയി ടീം ചിലപ്പോൾ വന്നേക്കും. രഞ്ജിത്തേണ്ട തോന്നിയിട്ടുണ്ടോ ഒരു PR ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് ദിവസം കൂടി അവിടെ നിൽക്കാൻ പറ്റുമായിരുന്നു? ഇല്ല, എനിക്കങ്ങനെ തോന്നുന്ന ആളല്ല. കാരണം ഞാനൊരു ഗവൺമെൻറ് ഓഫീസിൽ പോയാൽ ഒരു 500 രൂപ കൊടുത്തിട്ട് കാര്യം പെട്ടെന്ന് സാധിക്കാമെന്ന് വിചാരിക്കത്തേ ഇല്ല ഞാൻ. എനിക്ക് എപ്പോഴാണോ അവർക്ക് തരാൻ പറ്റുന്നത് അപ്പോൾ തന്നാൽ മതി. പോയിട്ട് നാളെ വാന്ന് പറഞ്ഞാൽ ഞാൻ നാളെ ചെല്ലും. അടുത്ത ദിവസം കഴിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞാൽ അതിന് അടുത്ത ദിവസം ചെല്ലും. പക്ഷേ മിടുക്കനായിട്ടുള്ള ഒരാൾ 500 രൂപ കൊടുത്തിട്ട് അന്ന് തന്നെ ചിലപ്പോൾ സാധിച്ചിട്ട് പോകും. പക്ഷേ എനിക്കങ്ങനെ മനസ്സിൽ തോന്നാറില്ല. അത് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള ചിന്തയാണ് എനിക്ക്. PR എന്ന് പറയുമ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് എൻ്റെ PR വർക്ക്. അല്ല അതിൽ കൂടുതൽ കാശ് കൊടുത്ത് ഒരു കാര്യം സാധിച്ചെടുക്കണം എന്നെൻ്റെ ഉള്ളിൽ തോന്നത്തില്ല. ഇനിയിപ്പം അനുമോളാണെങ്കിലും പറയുന്നുണ്ട് 1 ലക്ഷത്തിന്റെ PR ഒക്കെ ഞാൻ കൊടുത്തത് എന്നൊക്കെയാണ് പറയുന്നത്. എങ്കിൽ കൂടിയും ഈ PR ഇങ്ങനെ വരുന്ന സമയത്ത് ഇനിയിപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇനി കയറാൻ പോകുന്ന ആളുകളൊക്കെ ചർച്ച ചെയ്യുന്നതും ഈ തപ്പി നടക്കുന്നതും ഒക്കെ ഒരു PR-നെ ആയി പോവില്ലേ? അതാണ് ഇപ്പം ഞാൻ പറഞ്ഞതാണ്. ഓഡിഷന് പോകുന്നത് പോലും ഒരു PR-നെ മുന്നിൽ കണ്ടുകൊണ്ട് PR-ൻ്റെ റെഫറൻസോടുകൂടി അവരുടെ ഗൈഡൻസോടുകൂടിയൊക്കെ ഓഡീഷന് പോവുകയും ആണ് സെലക്ട് ചെയ്യപ്പെട്ടാൽ ശരിക്കും അനുമോളൊക്കെ ഈ PR ടീംസിൻ്റെ അല്ലെങ്കിൽ PR സമീപിച്ചിട്ടുള്ളവരൊക്കെ അവരുടെ ചില ഗൈഡൻസോടുകൂടി തന്നെയായിരിക്കും അവിടെ പെരുമാറിയിട്ടുള്ളത്. അല്ല ചുമ്മാതെ ഒരു ടീമിനെ ഏൽപ്പിച്ചിട്ട് അവിടെ ചെന്ന് കിടന്നുറങ്ങിയാൽ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഇവിടെ ചെയ്തു തരാം, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ വരെ എത്താം. ഇതൊക്കെ ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ധാരണ. ആ ധാരണ അനുസരിച്ചായിരിക്കും പോകുന്നത്. അത് കപ്പ് വാങ്ങിച്ച് തന്നാൽ അവർക്ക് എനിക്ക് തരണമെന്ന് പറഞ്ഞാൽ അവരതൊരു ജോലിയായിട്ട് കാണുമ്പോൾ അത് ന്യായമാണ്. അവരുടെ ഭാഗത്ത് കൊടുക്കണം വേണ്ടെന്ന് നമ്മൾ തീരുമാനിക്കാം. നമ്മുടെ നമുക്ക് കഴിവുണ്ട്, ഒപ്പം ഈ പറഞ്ഞ പോലെ ഇച്ചിരി കൈക്കൂലി കൊടുത്ത് കാര്യങ്ങൾ സാധിക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കും. സൊസൈറ്റിയുടെ പോക്ക് അങ്ങനെ. പക്ഷേ റീ എൻട്രി കാരണമാണ് അനുമോക്ക് കപ്പ് കിട്ടിയെന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം ആ ഒരു കോർണറിങ് സംഭവിക്കുന്നു, അനുമോൾ ഒറ്റപ്പെട്ടതുപോലെ തോന്നുന്നു, പുറത്ത് ഭയങ്കരമായ ഒരു സിമ്പതി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ശരിക്കും അത് തന്നെയല്ലേ അനുമോൾക്കും ഗുണം ചെയ്തിട്ടുണ്ടാവുക? ഞാനത് കൃത്യമായിട്ട് ഹൗസിനകത്ത് വെച്ച് പറഞ്ഞ കാര്യമാണ്. ഞാൻ പുറത്തിറങ്ങി ഇത് കഴിഞ്ഞപ്പോഴത്തേ അവിടെ ഇതിൻ്റെ ഷോ ഡയറക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, രഞ്ജിത്തേട്ടനത് പല പ്രാവശ്യം അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ഞാൻ പറയാം ആദ്യമൊന്നും ഒരു ഇഷ്യൂ കഴിഞ്ഞു. ബിൻസി തുടക്കം വിട്ട ബിൻസിയാണ്. കഴിഞ്ഞു, ഞാൻ ഇടപെട്ടില്ല. ഞാനത് നോക്കി നിൽക്കുന്ന കൈയും കെട്ടി ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ഞാനും ഷാനവാസും കൂടെ അത് നോക്കി നിൽക്കുകയല്ലാതെ ഞാൻ ഇടപെട്ടില്ല. അത് കഴിഞ്ഞ് ശൈത്യ നിങ്ങൾ കുറച്ച് സമയം കണ്ടിട്ടുണ്ടാവുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു 1.5 മണിക്കൂർ നേരമാണ് അവരുടെ ചർച്ചയും ബഹളവും കരച്ചിലും അങ്ങോട്ടും വിഷമവും പറച്ചിലും ദേഷ്യപ്പെടലും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള സമ്മിശ്രമായ ഒരു സംഭവം ബാത്റൂമിൻ്റെ സൈഡിൽ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ദിവസത്തെ ടാസ്കിലാണ് ആദില അനുമോളെ വളരെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ചില പ്രയോഗങ്ങൾ നടത്തിയത്. അതും കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ PR-ന് കൊടുക്കാനായിട്ട് നമ്പർ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ആദിലയും അക്ബറിൻ്റെയും കൂടെ ആദില പുറത്തു പോയപ്പോൾ പറഞ്ഞെന്ന് പറഞ്ഞ് അക്ബർ എടുത്തിട്ട് ഇങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ ടിഷ്യൂ പേപ്പർ ബോക്സിനകത്ത് നിന്ന് ടിഷ്യൂ പേപ്പർ എടുക്കുന്ന പോലെ അനുമോളിൻ്റെ നേരെ ആക്രമണങ്ങൾ വരികയാണ്. സ്വാഭാവികമായിട്ടും ഈ അനീഷിൻ്റെ കട്ട ഫാൻസ് അനീഷിന് മാത്രമേ വോട്ട് ചെയ്യും. അപ്പോൾ നേരെ ഈ CPM-കാർ CPM-ന് വോട്ട് ചെയ്യും, കോൺഗ്രസ്സുകാർ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യും. ആർക്ക് വോട്ട് ചെയ്യണമെന്ന് സംശയിച്ച് നിൽക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഈ നിഷ്പക്ഷമതികളാണ് കേരളത്തിൻ്റെ ഇലക്ഷനെ നിയന്ത്രിക്കുന്നത് എന്നും അല്ലെങ്കിൽ ഭരണം ആര് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞ ഒരു ഘടകം ഇവിടെ ഉണ്ടായി. തീർച്ചയായിട്ടും അതുവരെ വോട്ട് ചെയ്യാത്തവർ പരിപാടി കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുക, ആസ്വദിക്കുക എന്നുള്ളൊരു ഇതൊക്കെ കണ്ടിന്യൂസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തെ അതുവരെ വോട്ട് ചെയ്യാത്തവർ പോലും അനുമോൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും. എൻ്റെ ഒരു അനുമോളെ ഞാൻ സപ്പോർട്ട് ചെയ്ത് 1-2 വീഡിയോസ് ഇപ്പോൾ ഇങ്ങനെ ആളുകളെല്ലാം കാണുന്നുണ്ട്. അതുപോലെ എൻ്റെ മനസ്സിലെ ഫീലിംഗ് ആണ്, നീ പേടിക്കേണ്ടത് ഇത്രയും ആവശ്യമില്ലാതെ കരയരുത്. ഇത്രയും നാൾ കരഞ്ഞിട്ടോ വിഷമിച്ചിട്ടോ അല്ല, നീ പോരാടി തന്നെയാണല്ലോ ഇവിടെ എത്തിയത്. ഈ 98-ാം ദിവസം കരഞ്ഞു കളയാനുള്ളതല്ല എന്ന് അവൾ മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിൽ പറയേണ്ടി വന്നത് അവളുടെ വിഷമം കണ്ടിട്ടാണ്. നമ്മൾ ഒരു പെൺകുട്ടി അല്ല ആൺകുട്ടി ആരും ആയിക്കോട്ടെ, നമ്മൾ അഭിനയിക്കുന്നവരാണ്, കുറച്ചൊക്കെ കരയും. പക്ഷേ ഈ കണ്ണുനീര് കാണുമ്പോൾ ഇത് ഉള്ളിൽ നിന്ന് വരുന്ന കണ്ണുനീരാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് വേറെ വലിയ ശാസ്ത്രജ്ഞനാകുമൊന്നും വേണ്ട. കുറേ നേരം ഇരുന്ന് കരയുമ്പോൾ അതിനകത്തൊരു സത്യസന്ധത. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഈ അക്ബറിൻ്റെ അതിനെ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് അനുമോൾ അത് കൊടുക്കണമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അക്ബർ അനുമോളിൻ്റെ ഒരു എതിരാളിയല്ല. അനുമോളിന് സ്വാഭാവികമായിട്ട് അനീഷോ ഷാനവാസ് വരെയോ വേണമെങ്കിൽ പറയാം, അവരെ ഡീഗ്രേഡ് ചെയ്താൽ എനിക്ക് പോയിന്റ് കിട്ടും, എനിക്ക് വോട്ട് കിട്ടും എന്ന് ചിന്തിച്ചിട്ട് അവർക്ക് എതിരെ വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ അക്ബർ അയാളുടെ എതിരാളിയൊന്നും അല്ല, അത് അങ്ങനെ കൊടുത്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇനി അഥവാ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അറിയില്ല, അതിനെക്കുറിച്ചൊന്നും നമുക്കറിയാത്ത കാര്യങ്ങളാണ്. ഇപ്പോൾ മുൻഷിചേട്ടന് റീ എൻട്രി നടത്തിയ സമയത്ത് തന്നെ ആദ്യം അനീഷേട്ടനോട് പറഞ്ഞിരുന്നു ആ പ്രണയത്തെക്കുറിച്ച്, bigbosmary.com എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് പുറത്ത് വന്നൊരു കഥ എന്ന് പറയുന്നത് അത് അനീഷിനെ തളർത്താൻ വേണ്ടി മുൻഷി രംഗത്ത് പക്ഷെ പാളിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള വാർത്തകളാണ് പുറത്ത് വന്നത്. അനീഷിൻ്റെ കയ്യിൽ നിന്ന് എന്തോ കാര്യമായിട്ട് എനിക്ക്
കിട്ടി എന്നുള്ള രീതിയിലൊക്കെ ഉള്ള കമൻറ്റുകൾ ആദ്യം വന്നു. അപ്പം അത് ഞാൻ അറിയുന്നില്ലല്ലോ എന്തൊക്കെ കമൻറ്റുകളാണ്, പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷമല്ലേ ഞാനിത് കാണുന്നുള്ളൂ. അപ്പോൾ ശരിക്കും അനീഷ്, പിന്നെ മാത്രമല്ല ഷാനവാസ്, അനുമോളെ ഒരു ചായ കിട്ടുമോ, PR ഇല്ലാത്തൊരു ചായ എന്ന് പറഞ്ഞിട്ട് തുടങ്ങി. PR-നെ ഞാൻ കുറേ പ്രാവശ്യം അവിടെ ഇട്ട് PR എന്നുള്ള വാക്ക് വെച്ചിട്ട് അനുമോളിനെ കുറേ പ്രാവശ്യം കളിയാക്കി. അക്ബറിൻ്റെ അടുത്ത് പറഞ്ഞു, ആദില നൂറെ അടുത്ത് പറഞ്ഞു. അവരെല്ലാവരും ഇപ്പം നിൽക്കുന്നവരല്ലേ, കാരണം എനിക്കറിയാം ഇവരെല്ലാവരും ഞാനും കൂടെ അടങ്ങുന്ന സംഘമാണ് അകത്തേക്ക് കയറിയത്. ഇപ്പം അവരവിടെ നിൽക്കുന്നു. ഞാൻ പുറത്തു പോകാൻ ഉള്ള കാരണങ്ങളിൽപ്പെട്ടവരും കൂടാണ് ഇവർ എന്നുള്ള ഒരു ധാരണയുണ്ട് എനിക്ക്. അതുകൊണ്ട് ഇവരെ എങ്ങനെയെങ്കിലും തളർത്തുക എന്നുള്ളതല്ല, ഇവരെ എന്നോട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ അനുമോൾക്കും അനീഷിനും വേണ്ടപ്പെട്ട ആളായിട്ട് മാറിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അതങ്ങനെ തന്നെയാണ് ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്ത് പോയെന്നല്ല, അങ്ങനെ ആയിരിക്കും സംഭവിക്കുക, അങ്ങനെ സംഭവിക്കാൻ വഴിയുള്ളൂ. അതിൽ കൂടുതൽ ഞാൻ അവർ പേഴ്സണലി എന്നെ ഒന്നും ചെയ്തിട്ടുള്ളവരല്ല. അതുകൊണ്ട് എനിക്ക് അവരോട് ശത്രുത കാണിക്കാനുമില്ല. ആദ്യം പറഞ്ഞവർ തന്നെ മാറ്റിയിട്ടുണ്ടാവും. കാരണം ഇപ്പോൾ എനിക്ക് വരുന്ന മെസ്സേജുകളെല്ലാം എൻ്റെ നഷ്ടപ്പെട്ടു പോയ ഹൃദയവിശാലത തിരിച്ചു കിട്ടിയെന്നുള്ള രീതിയിലാണ്. ഇത്രയും നല്ല മനുഷ്യനില്ലെന്നാണ് പറയുന്നത്. അതെ, അനുമോളെ സമാധാനിപ്പിച്ചതിന് ശേഷം ചേട്ടൻ വരുന്ന കൊമന്റ്സ് അതാണ്. അതെ, തീർച്ചയായും അത് എനിക്ക് എത്ര പേരെ ഡെയിലി എനിക്ക് അയച്ചു തരുന്നത്, ഇങ്ങോട്ട് അയച്ചു തന്നിട്ട് താങ്ക്സ് ടു യുവർ സപ്പോർട്ട്, നിങ്ങളൊരു നല്ല മനുഷ്യനാണ്, അങ്ങനെ എന്തൊക്കെ പറഞ്ഞു. അങ്ങനെയല്ല അതുപോലെ പറയുന്നു ഇപ്പം അനുമോൾക്ക് കിട്ടിയൊരു സ്വീകരണം ഉണ്ടല്ലോ തിരുവനന്തപുരത്ത്. പക്ഷേ അനുമോളെക്കാൾ ആളുകൾ സ്നേഹിക്കുന്നതും അനുമോളെക്കാൾ ആളുകൾ സ്വീകരിക്കാൻ എത്തിയതും കൊച്ചിയിൽ ബാക്കി 3 ആൾക്കാരുണ്ടല്ലോ. അതായത് ടോപ്പ് 5-ലെത്തിയ മറ്റുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻസ്, അനുമോളെക്കാളും കൂടുതൽ ഫാൻസ് അവർക്കാണ് എന്ന തരത്തിലൊരു ഫൈറ്റാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുണ്ടോ? അവിടെയാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് തിരിച്ച് ഞാൻ എയർപോർട്ടിലൊക്കെ ഇറങ്ങിയ വിഷ്വൽസ് കാണുകയും ഞാൻ ഇറങ്ങുമ്പോൾ കണ്ടതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ശരിക്കും PR ടീം വർക്ക് ചെയ്യുന്നത് ഇവർ പുറത്തിറങ്ങിയതിന് ശേഷമാണ്. പുറത്തിറങ്ങിയപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലായത്. പിന്നെ അനുമോളുടെ സ്വീകരണം അറേഞ്ച് ചെയ്തത് അനുമോളുടെ വീട്ടുകാരാണെന്ന് വിശ്വസിക്കുന്നില്ല ഞാൻ. ഇവിടെ മറ്റ് മത്സരാർത്ഥികൾക്കുള്ള സ്വീകരണം അറേഞ്ച് ചെയ്തതും അവരുടെ വീട്ടുകാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിനൊക്കെ ഉള്ളൊരു ടീം അവർക്ക് പുറത്തുണ്ടായിരുന്നു. ആ ടീം തന്നെയാണ് ഇവരുടെ PR ടീം. അപ്പോൾ നമുക്കറിയാം ആരെയൊക്കെ സ്വീകരിക്കാൻ ആരൊക്കെ വന്നു, ആർക്കൊക്കെ എത്ര പേര് PR ടീം ഉണ്ടായിരുന്നു എന്നുള്ളത്. പുറത്ത് ഇവരുടെ സ്വീകരണവും അതിൻ്റെ കളറും കാണുമ്പോൾ മനസ്സിലാക്കിക്കുക. അതാണ് സിമ്പിളായിട്ട് മനസ്സിലാക്കാനുള്ളത്. ഇപ്പം അനീഷ് പറയുന്നത് അനീഷിന് PR ഇല്ല എന്ന് തന്നെയാണ്. ഇപ്പോൾ നാട്ടിൽ സ്വീകരണമൊക്കെ വലിയ സ്വീകരണമൊക്കെ ആയിരുന്നു. ശരിക്കും അനീഷിനൊരു PR ഇല്ല എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണോ? എവിടെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അത് അനീഷ് വന്ന ദിവസം മുതൽ തന്നെ പല കള്ളത്തരങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതായത് കള്ളത്തരം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ദ്രോഹിക്കുന്ന കള്ളത്തരങ്ങളല്ല. ഇപ്പോൾ ശരിക്കും അത് അവർ പുറത്തിറങ്ങിയിട്ട് ലൈൻ കെട്ടെന്ന് പറഞ്ഞൊരു ഏഷ്യാനെറ്റ് തന്നെ ഇൻ്റർവ്യൂ ഉണ്ടല്ലോ. ഇയാൾ 3 ദിവസം മുമ്പാണ് ഞാനിവിടെ വരുന്ന കാര്യം അറിഞ്ഞത്, അതായത് ബിഗ് ബോസിലേക്ക് വരുന്ന കാര്യം അറിഞ്ഞതെന്ന് ഒരു ദിവസം മോഹൻലാൽ സാറിൻ്റെ അടുത്ത് പറഞ്ഞു ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ. 13 ദിവസം മുമ്പാണ് അവിടെ നിന്ന് ഏഷ്യാനെറ്റിൽ നിന്ന് വിളിച്ചത് എന്നുള്ള ഒരു ഏഷ്യാനെറ്റ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പം അങ്ങനെ കൊച്ചു കള്ളങ്ങളൊക്കെ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞ്, അതായത് അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് സഹായകമാകുന്ന കൊച്ചു കള്ളങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അനീഷ് അവിടെ ഇറങ്ങിയതിന് ശേഷം എയർപോർട്ടിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലെത്തിയപ്പോഴാണെങ്കിലും ഒരാളെക്കുറിച്ചും മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതൊരു ഭയങ്കര പോസിറ്റീവായിട്ടാണ് ആളുകൾ പറയുന്നത്. അത് മുമ്പ് ഹൗസിനകത്ത് നിൽക്കുമ്പോഴും ആരെ അങ്ങനെ പേഴ്സണലി ഇൻസൾട്ട് ചെയ്ത് അയാൾ സംസാരിച്ചിട്ട്, അതാണല്ലോ അയാളൊരു ക്വാളിറ്റി ആയിട്ട് നമ്മളെപ്പോഴും എടുത്ത് പറയുന്നത്. അയാൾ ആരുടെയും പേഴ്സണൽ ഹറാസ് ചെയ്യുന്ന തരത്തിലും വ്യക്തിഹത്യ നടത്തുന്ന തരത്തിലൊന്നും സംസാരിച്ചിട്ടൊന്നുമില്ല. കുറച്ച് പരന്ന കുറച്ച് കാര്യങ്ങളിലൂടെ ചുമ്മാ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് അയാൾ ഒരു നല്ല മനുഷ്യനാണ്, അയാൾ അതിന് അർഹനാണെന്നൊക്കെ ആളുകൾ പറയുന്നതിൻ്റെ ഒരു ഘടകം. അതിനപ്പുറം ഒരു പിന്നെ ടാസ്കുകളിൽ വലിയ രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ള ആളോ അല്ലെങ്കിൽ ബൗദ്ധികമായ ചില കാര്യങ്ങൾ വിശകലനം ചെയ്തിട്ടുള്ളതുകൊണ്ടോ ഒന്നുമല്ല. മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മറ്റു പല മത്സരാർത്ഥികളും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുമ്പോൾ ഇയാൾ അങ്ങനെ ചെയ്തിട്ടില്ല. അതാണ് അയാൾ പറയുന്നൊരു നന്മയും അയാൾക്ക് അർഹതയുണ്ട് എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം. പക്ഷേ അനുമോൾക്ക് കിട്ടിയതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ 2 കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. വീക്കെൻഡ് ലാസ്റ്റ് വീക്കിൽ അവൾക്ക് നേരെ വന്നിട്ടുള്ള ആക്രമണങ്ങളെ അവർ നേരിട്ട ഒരു രീതിയും, അതുവരെ 1 മുതൽ 100 വരെയുള്ള എപ്പിസോഡുകൾ നോക്കിയാൽ ഇത്രയധികം ആക്രമണങ്ങൾ ഉള്ളതിനും ഇല്ലാത്തതിനും, അതായത് അവരായിട്ടുണ്ടാക്കിയ പ്രശ്നങ്ങളാകട്ടെ അല്ലാതെ അവരിലേക്ക് വന്ന പ്രശ്നങ്ങളിലായിട്ട് ഇത്രയും പ്രശ്നങ്ങൾ നേരിട്ട മറ്റൊരു മത്സരാർത്ഥി വേറെ ഉണ്ടോ എന്ന് ചിന്തിച്ചാൽ മതി. അതുപോലെ തന്നെയാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ നടക്കുമ്പോൾ ആളുകൾ ചോദിക്കുന്നുണ്ട്, ഈ അനുമോൾക്കെതിരെ ഇത്രയും ആക്രമണം ഉണ്ടായി, അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത് അവളുടെ സ്നേഹിക്കുന്ന ആളുകളാണ് എന്ന് പറയുമ്പോഴും ഈ അതായത് അനുമോൾക്കെതിരെ പറഞ്ഞവർക്കെതിരെ വ്യാപക സൈബർ അറ്റാക്ക് നടക്കുന്നു എന്ന രീതിയിലാണ് നമുക്കത് മനസ്സിലാവുന്നുണ്ട്. ട്രോളുകളായിട്ടൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ആദില നൂറ ചേട്ടൻ്റെ കൂടെ ആയിരുന്നു ലാസ്റ്റ് ഡേ വന്നിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ അവർക്ക് അവർ സംസാരിക്കുമ്പം അവരെന്താണ് ചേട്ടനോട് പറഞ്ഞത്? അവർക്കൊരു പേടിയുണ്ടോ? ഈ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരെങ്ങനെയാണ് സ്വീകരിക്കാൻ പോകുന്നതിന് എന്നതിനെക്കുറിച്ച് അവർക്കൊരു പേടിയുണ്ടായിരുന്നോ? ഒരു നെഗറ്റീവ് ഉണ്ടാകുമോ? അത്തരത്തിലൊരു സംസാരം അവരുടെ അടുത്ത് നിന്ന് ഉണ്ടായിരുന്നോ? ഇല്ല, ശരിക്കും എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് അവർക്ക് പേടിയില്ല. ആളുകളെ അവിടെ അകത്ത് നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് പേര് പുറത്ത് നിൽക്കുന്നവർക്ക് കാണാം. ഇവരങ്ങനെ ആരെങ്കിലും നെഗറ്റീവായിട്ട് ആക്രമിക്കുമോ എന്നുള്ളതില്ല. കാരണം ഞാൻ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞത്, ഞാൻ തന്നെ അവർക്ക് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ബിഗ് ബോസ് വരുമ്പോൾ നിങ്ങൾ ആരാണ്, എന്താണ്, നല്ലവരാണോ മോശമാണോ എന്നൊരു സംശയം ആളുകൾക്കുണ്ടായിരുന്നു. കാണുന്നവർക്ക് എല്ലാവർക്കും നിങ്ങളെക്കുറിച്ച് സംശയമായിരുന്നു. പോകെ നിങ്ങളെ കണ്ടിട്ട് ആ സംശയമൊക്കെ മാറിയിട്ട് നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ കൂടുതലുണ്ടായി. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പുറത്തിറങ്ങാം. ഈ സാധനം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ നിൽക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങ് പോവുകയാണ്, നിങ്ങൾ പുറകിന് വന്നാൽ മതി. കാരണം എന്നെ കാണാൻ നിൽക്കുന്നവരായിരിക്കില്ല അവരാരും, നിങ്ങളെ കാണാൻ നിൽക്കുന്നവരായിരിക്കും. അല്ല ചേട്ടാ, ഞങ്ങൾ ഒറ്റയ്ക്കാക്കിയിട്ട് പോകല്ലേ, ഞങ്ങളോട് വരും എന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ച് നിർത്തിയാണ്. അല്ലെങ്കിൽ ഞാൻ ആദ്യമേ രക്ഷപ്പെട്ട് പോകേണ്ട ആളാണ്. അങ്ങനെ എങ്കിലും ഞാൻ ഇങ്ങനെ പാസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് എന്നെയല്ല അവരെയാണ് ഈ ക്യാമറയെല്ലാം ഫോക്കസ് ചെയ്യുന്നത് എനിക്കറിയാം. ആ ഗ്യാപ്പിൽ ഞാൻ രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. അപ്പോൾ അവർക്കങ്ങനെ ഒരു നെഗറ്റീവ് ഉണ്ടാകും എന്നുള്ള പേടി അവർക്ക് ആദ്യമേ ഇല്ല. പിന്നെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവരവിടെ നിന്ന് അവർക്ക് വേണ്ടപ്പെട്ടവരാണല്ലോ അവിടെ കൂടുതൽ നിന്നത്. അവർ ഹാപ്പി തന്നെയായിരുന്നു. അതിൽ ചേട്ടൻ പുറത്തു വന്നൊരു ചില ഇൻ്റർവ്യൂകളിൽ ചേട്ടൻ പറയുന്നുണ്ട്, അതായത് അതിനുള്ളിൽ നിൽക്കുമ്പം എൻ്റെ ചില വിഷമങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു എനിക്ക്. അതിലേറ്റവും അച്ഛനോട് എൻ്റെ ചില വേദനകൾ പറയണം എന്നെനിക്കുണ്ടായിരുന്നു എന്ന് ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു. അത് പറയാൻ പറ്റാതെ പോയതിലൊരു വിഷമം ഉണ്ടായിരുന്നു. അച്ഛനോട് സംസാരിക്കാനുള്ള കാര്യങ്ങൾ കുറച്ചുണ്ടായിരുന്നു. നല്ലതും ചീത്തയായിട്ടുള്ള, അച്ഛൻ എനിക്ക് ആരായിരുന്നു അല്ലെങ്കിൽ അമ്മ എനിക്ക് ആരാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെയൊക്കെ പറഞ്ഞാൽ നമ്മുടെ മനസ്സ് കൃത്യമായിട്ട് എല്ലാവരും അറിയും എന്നൊക്കെ എനിക്കുണ്ടായിരുന്നു. അതിനൊന്നും സാഹചര്യം കിട്ടിയില്ല. ഞാൻ വേറെ പുറത്ത് ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ടാകുന്നു തോന്നുന്നു. അതുകൊണ്ട് ഇനി അത് പറയണമെന്ന് എനിക്ക് സംശയമുണ്ട്. അതിൽ ചേട്ടന് പറയാൻ പറ്റാതെ പോയ ചില കാര്യങ്ങളുണ്ടാവും, വിഷമങ്ങളോ സന്തോഷങ്ങളോ ഉണ്ടാവും. വിഷമങ്ങളെക്കാളും ചേട്ടന് ജീവിതത്തിൽ ഏറ്റവും സന്തോഷിക്കപ്പെടുന്ന ഒരു മൊമെൻറ്റ്, ഇപ്പം ബിഗ് ബോസിൽ വന്നതൊരു നല്ല മൊമെൻ്റ് ആയിരിക്കും, എങ്കിലും അതിനേക്കാൾ മേലെ വെക്കാൻ പറ്റുന്ന ഒരു മൊമെൻറ്റ് ഉണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള മൊമെൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എൻ്റെ ആദ്യത്തെ കുഞ്ഞ് ജനിച്ച ദിവസം, എൻ്റെ മകൻ ജനിച്ച ദിവസം എന്നേ പറയുള്ളൂ. അതിൻ്റെ കാരണം ഞാനിവിടെ ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് ബാക്കിയാക്കിയിട്ട് എനിക്കിവിടെ നിന്ന് യാത്രയാവുക എന്നുള്ളൊരു സാധനമാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഒരു പുരുഷൻ എന്നുള്ള, അല്ലെങ്കിൽ ഒരു മനുഷ്യജീവി എന്നുള്ളത് കുലം നടത്തിക്കൊണ്ട് പോകും, അതായത് തലമുറകൾ ആവർത്തിക്കേണ്ട ജോലിയും കർമ്മവും കൂടെ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നു. അതിനാണല്ലോ നമ്മൾ കുടുംബം, ഭർത്താവ് എന്നൊക്കെ പറയുന്നത്. ആ കർമ്മവും നമ്മൾ സക്സസ്ഫുള്ളായിട്ട് ചെയ്തു. നമ്മളൊരു അടയാളപ്പെടുത്തൽ നടത്തി. നമ്മുടെ ഒരു ജീവൻ ഈ ഭൂമിയിലേക്ക് വരുന്നു. ഇതൊക്കെ ഒരു പുരുഷൻ എന്നുള്ളതിലും ഒരു മനുഷ്യനെന്നുള്ളതിലൊക്കെ ഭയങ്കര ആവേശത്തോടു കൂടി ഞാൻ കണ്ടത്. അതിന് മുമ്പ് വരെ ഞാൻ വെറും രഞ്ജിത്തായിരുന്നു. പിന്നെ ഞാൻ അച്ഛനായ രഞ്ജിത്താണ്. അച്ഛൻ എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ ഒരു പദവി, അതിൻ്റെ ഒരു വാക്യത്തിൻ്റെ അർത്ഥത്തിലല്ല, ആ ഒരു അച്ഛൻ എന്ന് പറയുന്ന വികാരം അത്ര ഭീകരമാണ്. അത്ര അതൊരു അനിർവചനീയമായ. അപ്പോൾ അങ്ങനെ അച്ഛനായി എന്ന് പറയുന്നതിനപ്പുറം ഒരു സന്തോഷം എൻ്റെ ലൈഫിൽ ഞാൻ വേറെ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതാണ് എൻ്റെ ജീവിതത്തിൽ. ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് അച്ഛനൊരു പട്ടാള ചിട്ടയുള്ള ആളാണെന്ന്. ചേട്ടനും അങ്ങനെ ഒരു പട്ടാള ചിട്ടയുള്ള ഒരു അച്ഛനായിരുന്നോ? കുറേ ചിട്ടയൊക്കെ ഉണ്ട്. അച്ഛൻ്റെ 10 പോലും ഇല്ല എന്നുള്ളതാണ്. എന്നിട്ട് പോലും എന്നെ സഹിക്കാൻ അവർക്കാർക്കും പറ്റുന്നില്ല. എൻ്റെ സുഹൃത്തുക്കൾക്ക് പോലും സഹിക്കാൻ പറ്റത്തില്ല. എന്നെ ഇച്ചിരി സഹിക്കാൻ പാടിട്ടുള്ള മനുഷ്യനാണ്. ചില കാര്യങ്ങൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ചെയ്യും. ഇപ്പോൾ അവിടെ ഇരുന്ന 3 ബോൾ അതിലെടുത്തില്ലേ, എന്തിനാ അതെടുത്തത് ഞാൻ ചോദിക്കും. സ്വാഭാവികമായിട്ട് എൻ്റെ ഒരു കുഴപ്പം അതവിടെ ഇരിക്കണ്ടായിരുന്നു, അത് ശല്യം ചെയ്തു എന്ന് ചോദിക്കും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ഡിസിപ്ലിനൂടെ നമ്മുടെ ലൈഫിൽ കൊണ്ടുപോകാൻ, കൃത്യസമയത്ത് കാര്യങ്ങൾ ചെയ്യാനുള്ള പങ്ക്ച്വാലിറ്റി, അങ്ങനെ സിൻസിയറിറ്റി, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഈ സമൂഹത്തിൽ ജീവിക്കാൻ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മളിലേക്ക് കടന്നു പോയിട്ടുണ്ട്. ഇതുകൊണ്ട് അപ്പോൾ പലയിടത്തും ബ്ലെൻഡ് ആവാൻ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അതൊക്കെ കൊണ്ട് ചിട്ടകൾ ഇച്ചിരി പ്രശ്നം. ജീവിതത്തിലൊരു ഫോൾട്ടായിട്ട് അത് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ബ്ലെൻഡ് ആവാൻ പറ്റാതെ പോകുന്നത്? ഇപ്പം ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് വിവി ഹൗസിലാണെങ്കിലും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ ബ്ലെൻഡ് ആവാൻ പറ്റാത്തത് ഒരു ഫോൾട്ടായിട്ട് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അത് എൻ്റെ നല്ല ക്വാളിറ്റി ആയിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിലും നല്ലതുണ്ട്. എല്ലായിടത്തും പോയി ബ്ലെൻഡ് ആവുന്നതിനേക്കാളും നല്ല ഞാനായിട്ട് തന്നെ നിൽക്കുന്നതാണ്. എല്ലായിടത്തും പോയി ബ്ലെൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു വ്യക്തിത്വം ഇല്ലാതെ ആളായിപ്പോവും. ഞാനായിട്ട് തന്നെ നിൽക്കുന്ന കാരണം വിശാലമായ ഭൂമി, അവിടെ നമ്മളെ ആവശ്യമുള്ളത് നമ്മളിപ്പോൾ ബ്ലെൻഡ് ആയില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മൾ ഒറ്റയ്ക്കാകുക എന്നുള്ളതാണ്. നമ്മൾ ഒറ്റയ്ക്കായി പോകുന്നത് ആർക്കും വേണ്ടാത്തതുകൊണ്ടല്ല, വേണ്ടയിടത്ത് നമ്മൾ എത്തിപ്പെടാത്തതുകൊണ്ടാണ്. നമുക്ക് വേണ്ടിയിടങ്ങളുണ്ട്. ആ വേണ്ടിയിടങ്ങൾ മാത്രം നമ്മൾ കണ്ടെത്തിയാൽ മതി. വേണ്ടാത്തിടത്ത് നമ്മൾ എന്തിനു വേണം? അപ്പോൾ നമ്മൾ ബ്ലെൻഡ് ആവും, ഒറ്റപ്പെടത്തില്ല.
ഇപ്പം ഈ പട്ടാള ചിറ്റയുടെ കാര്യമൊക്കെ പറയുമ്പോൾ ചേട്ടനായിട്ട് റെസിഗ്നേഷൻ ഉണ്ട്. അതായത് ഞാൻ അതായത് ചേട്ടൻ്റെ അച്ഛനായിട്ടുള്ളൊരു ബന്ധം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിലെ ഫോൾട്ടുകൾ ചേട്ടൻ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതാണ് ചേട്ടൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ച ഫോൾട്ടുകൾ. അപ്പോൾ അതൊരിക്കലും തൻ്റെയും മകൻ്റെയും ജീവിതത്തിൽ സംഭവിക്കരുത് എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങൾ ചേട്ടൻ ഇപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണോ? ബോധപൂർവം ഞാൻ എൻ്റെ അച്ഛനും ഞാനും തമ്മിലുള്ളൊരു റിലേഷൻ പോലെ ആവരുത് ഞാനും എൻ്റെ മകനും തമ്മിലൊന്ന് ബോധപൂർവം ഞാൻ കാലങ്ങളോളം ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ചരിത്രം ആവർത്തിക്കുന്നതാണ് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെയും അച്ഛൻ്റെയും ഒരു കാലത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും പറയുമ്പോൾ അത് രഞ്ജിത്ത് എന്ന മകനും രവി എന്ന അച്ഛനും തമ്മിലുള്ള ആ തലമുറയിലെ അച്ഛൻ മകൻ ബന്ധം ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അതിൽ ഒരു പടി കൂടുതലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ശിക്ഷയും ചിട്ടകളും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെ അടിച്ചു വളർത്തുക, കൃത്യമായി തല്ലി വളർത്തിയ ഒരു തലമുറയാണ് നമ്മുടേത്. പക്ഷെ അതല്ലാതെ അങ്ങനത്തെ ഒരു ബന്ധമല്ലാതെ ഒരു സൗഹാർദ്ദപരമായി മുന്നോട്ട് പോകുന്ന ഒരു ബന്ധമായിരുന്നു ഞാനും മകനും തമ്മിൽ ഒരു പരിധിവരെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് എപ്പോഴോ അത് ചരിത്രം ആവർത്തിക്കുന്ന പോലെ ആയിട്ടുണ്ട്. ഞാനും എന്തൊക്കെയോ കുഴപ്പക്കാരനായിട്ട് എൻ്റെ മകനും തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു. കൂടെ ഉണ്ടോ അതോ കൂടെ ഇല്ലാത്തതിലൊരു വിഷമം ഫീൽ ചെയ്തിട്ടുണ്ടോ? എല്ലാവരും കൂടെ ഉള്ളതാണല്ലോ സന്തോഷം. കൂടെ ഇല്ലായിരിക്കുമ്പോഴത്തേക്ക് അത് തീർച്ചയായിട്ടും വിഷമം തന്നെയല്ലേ. ഞാൻ പ്രത്യേകിച്ച് ഒരു ഫാമിലി മാനാണ്. ഞാൻ വീട്ടിൽ വന്നിട്ട് വീട്ടിൽ ഒരു ഷൂട്ട് കഴിഞ്ഞാൽ 6 മണിക്ക് ഷൂട്ട് കഴിഞ്ഞാൽ 6:15 വണ്ടി വിട്ട് എന്നെ എത്തിക്കണം, വണ്ടി വിടണം എന്നുള്ളതാണ് എൻ്റെ ഒരു നിർബന്ധം. ഞാൻ അവിടെ കിടന്ന് അസ്വസ്ഥനാകുമ്പോൾ എന്തിന് ബിഗ് ബോസിൻ്റെ കഴിഞ്ഞു, പിന്നെ ഫിനാലെ ഷൂട്ട് കഴിഞ്ഞു, അത് കഴിഞ്ഞ് ആഫ്റ്റർ പാർട്ടി കഴിഞ്ഞിട്ട് ഏറ്റവും ആദ്യം അവിടെ വണ്ടി കയറിയത് ഞാനാണ്. കഴിഞ്ഞല്ലോ ഇനി എന്താണ് ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പിന്നെ എല്ലാവരും നിർബന്ധിച്ചിട്ടും പലരും വരുന്നില്ല. എല്ലാവരും പിന്നെ എൻജോയ് ചെയ്തുകൊണ്ട് അവിടെ നിൽക്കുക. അവർക്കത് പുലർച്ചെ വരെ പോയാലും അവർക്ക് പ്രശ്നമില്ല. എനിക്ക് ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ കഴിഞ്ഞു, ഇനി അടുത്ത പരിപാടിയിലേക്ക് എന്നുള്ളതാണ്. ഏറ്റവും ആദ്യം വണ്ടി കയറിയ ഞാനാണ്. ഏറ്റവും ആദ്യം ഹോട്ടലിൽ വന്നത് ഞാൻ കയറിയ വണ്ടി തന്നെയാണ്. അപ്പോൾ എല്ലായിടത്തും അത് തന്നെയാണ്. തിരിച്ച് നമ്മുടെ സംഗീതത്തിലേക്ക്, നമ്മുടെ ലോകത്തിലേക്ക് എത്തുക എവിടെ പോയാലും. അപ്പോൾ ഒരു ഫാമിലി മാനാണ്. വീട്ടിൽ എന്ത് കഴിഞ്ഞ് വന്നാലും ഇവിടെ വന്നിട്ട് ഉടനെ വഴക്കിടാനായിരിക്കും. അതെന്താ അങ്ങനെ വെച്ചിരിക്കുന്നു, ഇതെന്താ ഇങ്ങനെ വെച്ചിരിക്കുന്നതൊക്കെ ചോദിച്ച് വഴക്കൊക്കെ ഇടും. പക്ഷേ വീട്ടിൽ തന്നെ വരണം, എല്ലാവരും അവിടെ പോയിരിക്കണം, എല്ലാവരോടും തമാശ പറയണം. പിന്നെ ഈ മിസ് ചെയ്യുന്നൊരു പ്രധാന കാര്യം, മോള് എന്നെ ഇങ്ങനെ എപ്പോഴും കളിയാക്കും. എൻ്റെ ഈ സ്വഭാവം വെച്ചിട്ട് തന്നെ അവൾ എന്നെ കളിയാക്കും. ഇതെന്ത് പഠിക്കുന്നു ഇങ്ങനെയൊന്ന് പഠിക്കുന്നു എന്നൊക്കെ ചോദിച്ച് എന്നെ ഞാൻ ന്യായീകരിച്ച് കളിയാക്കും. പക്ഷെ അതൊക്കെ എനിക്ക് നന്നായിട്ട് മിസ് ചെയ്യുന്നു. ചേട്ടാ, ഇപ്പോൾ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഈ പറഞ്ഞ സൈബർ അറ്റാക്കുകളുടെ കൂട്ടത്തിൽ ഇപ്പം ഷൈത്യക്കാണെങ്കിലും ബിൻസി അടക്കമുള്ള ആളുകൾക്കാണെങ്കിലും വലിയൊരു സൈബർ അറ്റാക്ക്. ഇപ്പം ഷൈത്യക്കാണ് ഏറ്റവും കൂടുതൽ അറ്റാക്ക് നേരിടുന്നത്. ഇപ്പം ആദില നൂറയ്ക്ക് എത്താൻ പറ്റാതെ പോയതും, അതുപോലെ തന്നെ അനുമോളെ പുറകിൽ നിന്ന് പിന്നെയും വന്ന് കുത്തി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ശൈത്യ പോലെ ഒരാൾ അവിടെ നിന്ന് കരഞ്ഞു പറയുന്നുണ്ട് എനിക്ക് പുറത്തുനിന്ന് ഭയങ്കര ഒരു അറ്റാക്ക് ഉണ്ട് എന്നുള്ളത്. അത് പിന്നെയും ആവർത്തിക്കുകയാണ്. അപ്പൊ ശൈത്യ പോലുള്ള ആളുകൾ ഇത് എങ്ങനെ നേരിടും എന്നതിനെ കുറിച്ച് ചിന്തിക്കാതെ പോകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഈ ശൈത്യ ആയാലും ബിൻസി ആയാലും മറ്റു പലരും ഇത് ഒരു ഷോ ആണെന്നും ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് സംസാരിക്കേണ്ടതെന്നൊരു ധാരണ വെച്ച് പുലർത്താതെ പെരുമാറിയതിൻ്റെ ചെറിയ കുഴപ്പമുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. ഒരു പക്വതക്കുറവ് ഇവിടെ കാണിച്ചിട്ടുണ്ടോ. ഇപ്പോൾ നമുക്ക് പുറത്ത് നമ്മളെ ഒരു തരത്തിൽ അവർ ശരിക്കും പറഞ്ഞാൽ പുറത്ത് അവർക്ക് ശകലം കാര്യങ്ങൾ നെഗറ്റീവായി, ആ നെഗറ്റീവ് ഒന്ന് മാറ്റി പോസിറ്റീവ് ആക്കണമെന്ന് പറഞ്ഞ് വരിക, എന്നിട്ട് ആ നെഗറ്റീവ് ഡബിൾ നെഗറ്റീവായിട്ട് തിരിച്ചു പോവുക. ഇതൊക്കെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ഒന്നുകിൽ അത് ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ ഒരു ചർച്ച ചെയ്ത് അതൊന്ന് കോംപ്രമൈസ് ചെയ്യുകയാണ് ഉദ്ദേശമെങ്കിൽ അതവിടെ പ്രശ്നം തീരണം. കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ഈ ഗ്രാൻഡ് ഫിനാലയിൽ അനുവിന് കപ്പ് കിട്ടുന്ന സമയത്ത് നമ്മൾ അവരെ കണ്ടതാണ്. അവരുടെ മുഖഭാവം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവരുടെ മനസ്സിൽ നിന്ന് ആ പ്രശ്നമൊന്നും പോയിട്ടില്ല. അവരിപ്പോഴും പ്രശ്നത്തിൽ തന്നെയാണ്. എങ്കിൽ പിന്നെ എന്തിനാണ് ആവശ്യമില്ലാതെ അവിടെ സംസാരിച്ച് അവർ കൂടുതൽ നെഗറ്റീവിലേക്ക് പോയത്. അപ്പോൾ ഇതൊരു ഷോയാണെന്നും ഇവിടെ ഈ ഷോയെ ജനങ്ങൾ കാണും, അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് മാത്രമല്ല ഈ പറയുന്ന എല്ലാം പുറത്തു പോകത്തില്ല. അതിനകത്ത് കുറച്ച് പീസുകളാണ് പുറത്തു പോകുന്നത്. അതിലേതൊക്കെ നമുക്ക് ഗുണം ചെയ്യും ഏതൊക്കെ ദോഷം ചെയ്യുമെന്നും അറിയില്ല. ഇത്രയും നാളായിട്ട് ഇതാദ്യത്തെ ഷോ അല്ല, ഇത് 7 ആണ്, സീസൺ 6 കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടല്ലേ ഇവിടെ വരേണ്ടത്. അപ്പോൾ നെഗറ്റീവായ കാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ളൊരു ധൈര്യം കൂടെ അവർക്കുണ്ടാകും. അതൊക്കെ അവർ ഈസിയായിട്ട് മാനേജ് ചെയ്യും. അല്ലെങ്കിൽ തന്നെ അടുത്ത ഒരു വിഷയം വരുമ്പോൾ ഇതൊക്കെ ഞാൻ പോകത്തില്ല. ഒരു വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. അടുത്തത് മറ്റൊന്ന് പറയുന്നത് അനീഷേട്ടനെ കുറിച്ചാണ്. കാരണം അനീഷേട്ടൻ അനുമോളെ പ്രപ്പോസ് ചെയ്തു. അവിടെ നിന്ന് മാരകമായ ഒരു ആക്രമണം അനുമോള് നേരിടുമ്പോൾ അനീഷേട്ടൻ ഒന്നും മിണ്ടാതെ നോക്കി നിന്നു. അപ്പോഴാ പ്രണയത്തിൽ സത്യമുണ്ടോ എന്ന ചർച്ചയാണ് ഇപ്പോൾ വേറൊന്ന് നടക്കുന്നത്. അതാണ് നമുക്ക് ഇപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഞാനത് എവിടെയോ കൂടെ പറഞ്ഞിട്ടുണ്ട്. അതായത് അവിടെ നമ്മൾ അതിന് ഹൗസിനകത്തിരിക്കുമ്പോൾ ഒരാൾ വന്നൊരു കാര്യം പറഞ്ഞാൽ നമ്മളൊന്ന് സംശയിച്ച് നോക്കണം. കാര്യമായിട്ട് പറഞ്ഞാണോ അതോ പിന്നെ ഏതെങ്കിലും ഗെയിം സ്ട്രാറ്റജിയാണോ?
എന്ന് നമ്മൾ സംശയിക്കണം. അവിടെ നടക്കുന്ന എല്ലാ കാര്യത്തിലും അവൻ ചായ വേണമെന്ന് ചോദിച്ചാൽ പോലും നമ്മൾ ചായ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കെന്താടാ ഞാൻ ചായ എടുത്ത് തരാൻ നിൽക്കാനോ എന്ന് ചിലപ്പോൾ തിരിച്ച് ചോദിക്കുമോ, അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശമെന്ന് നമ്മളൊന്ന് ചിന്തിച്ചിട്ടേ അവിടെ മറുപടി പറയാവുള്ളൂ. അങ്ങനത്തെ ഒരു പ്രത്യേകതയുള്ള വീടാണത്. അപ്പോൾ ഇയാളെന്നാൽ നമുക്ക് വാങ്ങാൻ കഴിച്ചാലോ എന്ന് ചോദിച്ചാൽ അത് ഉള്ളിൽ നിന്ന് വന്ന് ചോദിച്ചാണോ, ആ കെയർ ഓഫിൽ ഇത് കുറച്ചുകൂടെ തള്ളിക്കൊണ്ട് പോകട്ടെ എന്ന് വിചാരിച്ച് വന്നതാണോ, അനുമോളുടെ ടീമിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടുമെന്ന് വിചാരിച്ച് വന്നതാണോ ഒന്നും അറിയില്ല. എന്തായാലും പക്ഷേ ഈ പറഞ്ഞൊരു കേസ്, അതായത് ഞാൻ സംസാരിക്കുന്നുണ്ട് അനുമോളുടെ അടുത്ത്, നീ കരയരുത്, നിനക്ക് ധൈര്യമായിട്ടിരിക്കണം, നിന്നെ മറ്റുള്ളവർ ഭയപ്പെടുന്നതുകൊണ്ടാണ് ഈ ആക്രമണം വരുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് എൻ്റെ ബാക്കിലൂടെ ആ പുൽത്തകിടിയിൽ അനീഷ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഒന്നും അറിയാത്ത പോലെ, ഈ ലോകത്തല്ല ഞാൻ ജീവിക്കുന്നത്, ഞാൻ വേറെ ഏതോ ലോകത്താണെന്നതുപോലെ നടക്കുന്നുണ്ട്. ഞാൻ സംസാരിച്ച സ്ഥാനത്ത് അനീഷാണ് വന്നെന്ന് സംസാരിച്ചിരുന്നതെങ്കിൽ അവിടെ അനീഷിനും കുറച്ച് പ്ലസ് പോയിന്റ് ഉണ്ടാകുമായിരുന്നു. അനീഷ് അത് ശ്രദ്ധിച്ചതേ ഇല്ല. അത് അനീഷ്, ഞാൻ ഷാനവാസിൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ആക്രമണങ്ങളെല്ലാം അനുമോൾക്ക് വോട്ടായിട്ട് വരും, നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വോട്ടാണ് കുറയുന്നത്. കാരണം ഒരാൾക്ക് ഒരു വോട്ടേ ഉള്ളൂ, പകുതി ഇവിടെയും കൊടുത്ത് പകുതി എവിടെയും കൊടുക്കാൻ മാർഗ്ഗമില്ല. അപ്പോൾ ഒരേ വോട്ട് അനുമോൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇയാൾക്ക് വോട്ട് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും തന്ത്രം പ്രയോഗിക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല. അത് അനീഷിനോട് ഞാൻ പറഞ്ഞില്ല, അനീഷിന് തന്ത്രങ്ങൾ അറിയാവുന്ന ആളല്ലേ. അയാൾ ഇടപെട്ടതേ ഇല്ല അതായത് അനുമോൾക്കെതിരെ വന്ന ഒരു കാര്യത്തിലും. പക്ഷേ ഈ ഏറ്റവും അവസാനമെങ്കിലും പുള്ളിക്ക് അത് ഇടപെടേണ്ടതായിരുന്നു. അത് ചെയ്യാത്തപ്പോൾ നമുക്കിപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. പുള്ളി അത് ചുമ്മാ ഒന്ന് നമ്പറിട്ട് നോക്കിയതായി, ഏക്കാത്തപ്പോൾ തുടച്ച് കളഞ്ഞ് മാറി എന്ന് വിചാരിക്കണം. അത് അറിയില്ല. എങ്കിലും അയാളൊരു മോശം പ്ലെയർ അല്ല. അയാൾ ഒരു ബിഗ് ബോസിന് വേണ്ടി തയ്യാറായി വന്ന ഒരാൾ തന്നെയാണ്. അയാൾക്ക് അതിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടിയിട്ടുണ്ട്, ഇനി കിട്ടുകയും ചെയ്യും. അതുപോലെ ഇപ്പോൾ ബിന്നി പറയുന്നുണ്ട് പുറത്തൊരു ഭയങ്കരമായൊരു അത് കാരണം ബിന്നിയാണത് റിവീൽ ചെയ്യുന്നത്. ഇങ്ങനെ PR ഉണ്ട്, അനുമോൾക്ക് ഇങ്ങനെ ഒരു 16 ലക്ഷത്തിൻ്റെ PR ഉള്ളതായിട്ട് അനുമോൾ പറഞ്ഞിരുന്നു എന്ന് ബിഗ് ബോസിൻ്റെ ആ ടാസ്കിനിടയിൽ ബിന്നിയാണ് പറയുന്നത്. ശരിക്കും ഇപ്പോൾ കഷ്ടപ്പെടുന്നത് മൊത്തം താനാണെന്ന് ബിന്നി പറയുന്നുണ്ട്. കാരണം ബിന്നി അത്രയ്ക്ക് കോർണർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ PR എന്ന വിഷയം എടുത്തിട്ടത് തന്നെ ബിന്നിയായിരുന്നു. കാരണം ബിന്നിക്ക് ഇപ്പോൾ നേരിടുന്ന ഒരു അറ്റാക്ക് കാണുമ്പോഴും അങ്ങനെ തന്നെയല്ലേ ഫീൽ ചെയ്യേണ്ടത്? അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഈ ഓരോ കാര്യങ്ങൾ നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കയറി ഇടപെടാതെ നമ്മൾ കുറച്ചുകൂടെ ഒരു ഉയർന്ന തലത്തിൽ ചിന്തിക്കുകയും പറയുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത്ര വലിയ അറ്റാക്കുകൾ ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. എനിക്കെതിരെ ഇപ്പോൾ ആദ്യം ഈ പറഞ്ഞ പോലെ അനീഷിൻ്റെ ടീമുകളും അനുമോളുടെ ആളുകളും ഒക്കെ, അതായത് അവരുടെ ടീമെന്ന് പറഞ്ഞാൽ അവർ ഇഷ്ടപ്പെടുന്ന അവരുടെ ഒരു ഗ്രൂപ്പ് എനിക്കെതിരെ കുറേ കമൻറ്റുകൾ ഇട്ടു. ഞാനിതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല. ഇപ്പം നല്ലതിടുന്നു, ചിലർ പേഴ്സണലായിട്ട് അയക്കുന്നവർക്ക് മാത്രം ഒരു നന്ദി പറയുന്നതല്ലാതെ ഞാൻ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഈ വിഷയങ്ങൾ നമ്മളെപ്പോഴും എൻ്റെ ഒരു ബേസിക് നേച്ചർ ഈ വിഷയങ്ങളിലേക്ക് ഇടപെട്ട് പോകാതെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി പ്രധാനമായിട്ട് പോവുക. സമൂഹത്തിൽ നന്മയുള്ള എന്തെങ്കിലും കാര്യങ്ങളുള്ള ഒരു വിഷയത്തിലാണ് ഇടപെടുന്നതെങ്കിൽ അത് നല്ലത്. ഇതല്ലാതെ ഈ കുശുമ്പിനും കുന്നായ്മയ്ക്കുമുള്ള മറുപടിയും പറഞ്ഞ് അങ്ങനെ നടന്ന് അതിനകത്ത് ഫർദർ അതിൻ്റെ പുറകിന് അടുത്ത കാര്യങ്ങളുമൊക്കെ ആയിട്ട് പോവുക. ഈ മസ്താനിയൊക്കെ ഞാൻ അവിടെ നിന്നുകൊണ്ട് കുറേ കാര്യങ്ങൾ മസ്താനിയായിട്ട് സംസാരിക്കുകയുണ്ടായി. ഒരു ആക്ട് നമ്മുടെ ഭാഗത്തു നിന്ന് വന്നുപോയി, അത് തെറ്റായിപ്പോയി. പക്ഷേ അതുകൊണ്ട് തന്നെ നീ ലോകത്തിന് അപരാധിയായി മാറുന്നൊന്നുമില്ല, ഇതിന് നല്ലത് കാണിച്ചു കൊടുത്താൽ അതൊക്കെ അങ്ങ് മറന്നോളും എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇപ്പോൾ എന്തായാലും അവർ തിരിച്ചു വന്നപ്പോഴത്തേക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, വലിയ പരിക്കില്ലാതെ തിരിച്ചിറങ്ങാൻ പറ്റി. ശ്രദ്ധിക്കണമെന്നേ, സമൂഹം നമുക്ക് ചുറ്റും ഒരുപാട് കണ്ണുകൾ തുറന്നിരിക്കുകയാണ്, അത് ശ്രദ്ധിക്കണം. അത് ഈ ലോകം അങ്ങനെയാണ്, സൈബർ ലോകത്തെ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം പറയുന്നത് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് ലക്ഷ്മി അനുമോൾക്കെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ലക്ഷ്മി തിരിച്ചു കയറിയപ്പോൾ അനുമോൾക്ക് അനുകൂലമായി സംസാരിച്ചു. അപ്പോൾ രഞ്ജിത്തേട്ടനും ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ അനുകൂലമായി സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആളുകൾ സ്വാഭാവികമായും ചോദിക്കാൻ ചാൻസ് ഇല്ലേ, ഇത് അനുമോളുടെ PR-നെ പേടിച്ചിട്ടാണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്തത് എന്ന് ചോദിക്കാനുള്ളൊരു സാധ്യത ഉണ്ടാവില്ലേ? എനിക്ക് സത്യത്തിൽ ഈ PR ടീം ഉണ്ടെന്നോ PR ടീം ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നെന്നോ ഉള്ളതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. അതിനെക്കുറിച്ച് ഞാൻ അവെയറുമല്ല പൂർണ്ണമായിട്ടും. ഞാൻ അതുകൊണ്ടാണല്ലോ ആദ്യം ചെന്നിട്ട് അനുമോളെ ഞാൻ ഈ എപ്പിസോഡ് ഞാനിപ്പോൾ വന്ന് കണ്ടുകൊണ്ടിരിക്കുക. എപ്പിസോഡിനകത്ത് കാണുമ്പോൾ PR എന്ന് 1-2 അടുത്തേ പറഞ്ഞുള്ളൂ. ഞാൻ 1-2 അടുത്തല്ല, ഞാൻ പറഞ്ഞു അവിടെ മൊത്തം PR. എനിക്ക് കിടക്കണം, ഒരു ബെഡ് വേണം, അത് PR ഇല്ലാത്ത ബെഡായിരിക്കണം. പിന്നെ നടന്നു പോകാം, ഇവിടെ PR ഉണ്ട്. ഇപ്പോൾ കൊച്ചി മൊത്തം PR ആണ്. PR ഉള്ളവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കുന്ന രീതിയിൽ അവിടെ റോഡുകളൊക്കെ മാറ്റിയിട്ട് അങ്ങനെ കുറേ പറഞ്ഞിട്ടുണ്ട് ഞാൻ. PR പറഞ്ഞു. ഇതൊന്നും അത് അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല, അത് പറഞ്ഞു വന്നതാണ്. അനുവിനെ എതിർക്കാൻ മാത്രം ഒരു കാര്യം എനിക്ക് അവിടെ കിട്ടിയില്ല. അനുമോളെ നല്ല ആരെയും എതിർക്കാൻ മാത്രം എനിക്ക് ഇഷ്ടക്കേട് കാണിച്ച ഒരാളേ ഉള്ളൂ. അയാളുടെ എതിർപ്പ് ഞാൻ അന്ന് കാണിച്ചിട്ടുണ്ട്, ഇന്ന് കാണിച്ചിട്ടുണ്ട്, ഇനി എന്നും കാണിക്കുകയും ചെയ്യും. അയാളുടെ ഇഷ്ടക്കേട് കാണിക്കുന്ന ആ സ്വഭാവം മാറുന്നത് വരെ.
അല്ലാതെ അനുമോളുടെ PR-നെ പേടിച്ചിട്ട് അനുമോളെ സപ്പോർട്ട് ചെയ്തൊന്നുമല്ല. അവിടെ നിൽക്കുന്ന അത് കാണുന്ന ഏത് മനുഷ്യനും അവർ സപ്പോർട്ട് ചെയ്ത് പോകും. പ്രത്യേകിച്ച് ഒരു മനുഷ്യത്വ ഉള്ളിലുള്ള ആരും. അതേ ഞാൻ ചെയ്തോളൂ. ലക്ഷ്മി ചെയ്തതിന് രശ്മിക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടായിട്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അവർ തമ്മിൽ നല്ല ബോണ്ടാണ്. അതൊക്കെ കഴിഞ്ഞ് കാണുമ്പോഴും അവർ തമ്മിൽ സംസാരിക്കുന്നത് കാണുമ്പോൾ അവർ നമ്മൾ വളരെ അടുപ്പമുള്ള രണ്ട് സുഹൃത്തുക്കളെ പോലെ തന്നെ എനിക്ക് മനസ്സിലായത്. പക്ഷെ അവിടെ ചേട്ടനുമായിട്ട് വഴക്ക് നടന്നിട്ടുള്ളത് റെനയായിട്ടാണ്. റെനെ എല്ലാവരും ഒരു കൊച്ചുകുട്ടി എന്ന രീതിയിലാണ് റെനയെ പറഞ്ഞിട്ടുള്ളത്. ചേട്ടൻ അപ്പോൾ റെനയെ ഒരു വേറൊരു രീതിയിൽ കൊച്ചുകുട്ടിയായിട്ട് കാണുന്നില്ല. അല്ലെങ്കിൽ റെനയെ ആ പ്രായത്തിന്റെ പേരിൽ ചേട്ടൻ കോർണർ ചെയ്യാണ് എന്ന തരത്തിലാണ് പുറത്തു വരുന്നത്. അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. അതൊക്കെ എവന് വേണേലും എന്ത് വേണേലും പറഞ്ഞിട്ട് അവർ തന്നെയാണ് ആദ്യം പറഞ്ഞത്. അവർ പ്രായത്തിൽ ചെറുതൊന്നുമല്ല, വലുത്. അവരുടെ മറ്റു പ്രവൃത്തികൾ പലതും അവർ പ്രായത്തിൽ വലുതാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. അതുകൊണ്ട് അവർ പ്രായത്തിൽ ചെറുതെന്നുള്ളതൊന്നും വേണ്ട. അവരുടെ കൾച്ചർ ശരിയല്ല. അവർ കുറച്ചുകൂടെ ഒരു എന്താണ് ഇവർക്ക് വേണ്ടി വാദിക്കാൻ വന്ന അക്ബർ സാറും അപ്പാണി ശരത്ത് സാറും ഒക്കെ പറഞ്ഞത് പക്വതയില്ലെന്നാണ്. ഞാൻ അവരെ പോയി പക്വത പഠിപ്പിയില്ല, എന്നെ പഠിപ്പിക്കാൻ വരാതെ എന്നാണ് ഞാൻ അവരോട് പറഞ്ഞത്. എനിക്കറിയാം അവരൊന്നും എൻ്റെ വീട്ടിൽ ഇങ്ങനെയുള്ള കുട്ടികളുണ്ടാവില്ല. അത്രേ ഉള്ളൂ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഓക്കെ ഏട്ടാ, അപ്പോൾ ഇത്രയും സമയം പ്രതികരിച്ചതിന് താങ്ക് യു.